സത്യം പറഞ്ഞാൽ നമ്മള് ടി വിയിലുള്ള ഒരാളെ നേരിട്ട് കാണുമ്പോഴേ ഒരു എന്താ പറയാ ഇങ്ങനെ ടി വിയിൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ ഇപ്പം ടി വിയിലുള്ള ഒരാളെ കാണുമ്പം നേരിട്ട് നമ്മൾ കണ്ടുവരുമ്പോ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ സംസാരിക്കാന്നൊക്കെ വെച്ചതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോ മുഖം കണ്ടപ്പോ സത്യം പറഞ്ഞാൽ ഒന്നും എന്താ പറയാനോ അല്ലെങ്കിൽ വാ തുറക്കാൻ പോലും സത്യം പറഞ്ഞ അവസരം ഇല്ലായിരുന്നു. കാര്യം ഞാൻ ഭയങ്കര വണ്ടടിച്ചൊരു അവസ്ഥ ഇങ്ങനെ ഇരുന്നു പോയി. എന്താ പറയാ, ഇങ്ങനെ സഹായിക്കാന്ന് പറഞ്ഞു, എന്താവശ്യം ഉണ്ടെങ്കിലും രാജ്ഭവന്റെ അവിടെ ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് ഒരു 15 മിനിറ്റത്തേക്ക് അവർ ആക്ച്വലി നമ്മളെ വിളിച്ചത്. പക്ഷേ 3/4 മണിക്കൂർ നീണ്ടു. ഈ അവിടെ കൂടിക്കാഴ്ച 3/4 മണിക്കൂർ നീണ്ടു. 15 മിനിറ്റത്തെ അപ്പോയിന്റ്മെന്റേ തന്നിരുന്നുള്ളൂ. 3/4 മണിക്കൂറാണ് നീണ്ടത്. വളരെ സ്നേഹമായിരുന്നു. വളരെ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഇത്രയും വലിയൊരു അധികാരത്തിൽ ഇരുന്നിട്ട് പോലും ഇത്രയും സിമ്പിളായിട്ട് ഒരാൾക്ക് പെരുമാറാൻ പറ്റുക എന്ന് പറയുന്നത് അത് ദൈവതുല്യം. ആ മനുഷ്യനെന്ന് പറയുന്നത് ശരിക്കും ഒരു ദൈവം തന്നെയാണ്. തീർച്ചയായിട്ടും ദൈവതുല്യം തന്നെയാണ്. നമ്മുടെ അടുത്തൊക്കെ പെരുമാറിയ രീതിയും അത്രയും സിമ്പിളായിട്ടും എൻ്റെ അമ്മയുടെ കൈ പിടിച്ചിരുത്തുക, ഞങ്ങൾക്ക് കേക്കൊക്കെ വായി വെച്ച് തരിക, ചായയൊക്കെ ഞങ്ങളുടെ കൈ തരിക, എണീറ്റ് നമ്മളവിടെ ഇരിക്കുക പുള്ളിയുടെ മുമ്പിൽ, പുള്ളിയാണ് എണീറ്റ് ഇതൊക്കെ ചെയ്തു തരുന്നത്. അപ്പൊ അത്രയും സിമ്പിളായിട്ട് എത്ര ഉയർച്ചയിലാണെങ്കിൽ പോലും അത്രയും താഴ്ന്നാണ് പുള്ളി പെരുമാറുന്നത്. അത് ഒരു നല്ലൊരു ക്വാളിറ്റിയാണ്. അത് ഐ റിയലി അപ്രീഷിയേറ്റ് ഹിം ഫോർ ദാറ്റ് ആണ് ഈ പറയാൻ. ഷെഫ് പിള്ള സാറ് എന്നെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ഇങ്ങനെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഒരു 1 വീക്കിനത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പഠിത്തത്തിന്റെ എല്ലാ ചെലവും എല്ലാ കാര്യങ്ങളും 4 വർഷത്തെ കോഴ്സാണ്. അപ്പൊ അത് എല്ലാം എവിടെയാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഏത് കോളേജിലാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മനത്തെ മാറിക്കുറുമ്പേ പെയ്യല്ലേ പെയ്യല്ലേ പൊന്നെ, മടത്തെ മടക്കിടങ്ങൾ വാവുറങ്ങാരോ, ആരാരും പാടിയുറക്കാനില്ലമ്മയും പൊന്നെ, ചാരത്തെ നോവു തരാട്ടിൻ നീ ഉറങ്ങാരോ. എന്താ പറയാന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. ഷീബ ഒരിക്കലും നമ്മളോട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ആരോടും ഷെയർ ചെയ്യില്ല. അതൊക്കെ വളരെ ചിരിച്ച് അതിനെ ഈ വിഷമങ്ങളെല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ പോകുന്ന ഒരാളാണ്. ഒരിക്കലും നമുക്ക് മനസ്സിലാവുക പോലുമില്ല ഇത്രയൊരു പ്രശ്നത്തിൽ കൂടി പോകുന്ന ഒരാളാണെന്ന്. ഒരിക്കൽ പോലും നമുക്ക് ഒരു ഹിന്റ് പോലും കിട്ടിയിട്ടില്ല. എല്ലാവരെയും പോലെ അത്യാവശ്യം ചെറിയ ബുദ്ധിമുട്ടുകളും ചില ബിസിനസ്സും കാര്യങ്ങളും ഇതിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പോകുന്നു എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്രയും ഒരു ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയതെന്നോ ഈ മോൻ ഇത്രയും വിഷമിക്കുന്നുണ്ടായിരുന്നെന്നോ ഒരിക്കൽ പോലും നമ്മൾ അറിയുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമം ഇപ്പോഴും മനസ്സിലുണ്ട്. അവൻ്റെ അടുത്ത് കുറെ കൂടി നേരത്തെ ഇതുപോലെ ഇരിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു വിഷമം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ഇവരെ കുറച്ച് നേരത്തെ തന്നെ ചേർത്ത് പിടിക്കേണ്ടതായിരുന്നു ഇതുപോലെ എന്നുള്ള ഒരു, അത് നടക്കാതെ പോയാലുള്ള ഒരു വിഷമം ഇപ്പോഴും ഉണ്ട്. രാത്രിയിലൊക്കെ ഷീബയെ കൊണ്ടുപോകും. ഇപ്പൊ 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാനാണ് അന്നേരം കൊണ്ടുപോകാനായിട്ട് കൂടെ. പോകാൻ എനിക്കൊരു മടിയില്ല, ഞാൻ തന്നെയാണ്. കാരണം എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാണ് ഷീബ. അതുപോലെ തന്നെയാണ്. ഒരിക്കലും ഞാൻ ഇവരെ വിട്ടു പോകില്ല. ഞങ്ങൾ ഏതാണ്ടൊരു 6 വർഷം ആയിട്ടുള്ള ബന്ധവും നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഷീബ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, വളരെ നല്ല ആക്റ്റീവായിട്ടുള്ള ഡാൻസർ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു നല്ലൊരു ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് തന്നെ. അതായത് ജപ്പാന്റെ ഒരു കങ്കൻ വാട്ടറിന്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു എന്താ പറയുക, എൻ്റെ മെഷീന്റെ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് ശരിക്കും ഷീബ. അപ്പോൾ ശരിക്കും ഈ പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ, അസുഖങ്ങൾ ഷീബയ്ക്കും വന്നു കഴിഞ്ഞപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലും കൂടി എത്തിപ്പോയി കാര്യങ്ങൾ. അങ്ങനെ ആണ് ഈ ഒരു അവസ്ഥയിലേക്ക് അവർ വരുന്നത്. ഞങ്ങള് തീർച്ചയായിട്ടും രാത്രി ഷീബയ്ക്ക് പുറത്തുപോയി ഒരു കോഫി കുടിക്കണം. എന്താ പറയാ, രാത്രിയുടെ സൗന്ദര്യവും ആ ഒരു രാത്രിയിലെ ഒരു കൊച്ചു ഒരു ഡ്രൈവ്, യാത്രയല്ല ഒരു ഡ്രൈവ്, അതിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഞാൻ വന്നപ്പോൾ കൊണ്ടുപോകും. സ്ഥിരമായിട്ട് ഒരു കൊച്ചു കടയുണ്ട് കോസ്മോയുടെ ഓപ്പോസിറ്റ്. അവിടെ പോയി ഞങ്ങള് ഒരു നല്ല കോഫി, ഒരു സ്പെഷ്യൽ കോഫിയാണ് അവിടുത്തെ. എന്താണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കൂട്ടുകാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുന്നത്, എനിക്ക് എൻ്റെ കൂടെ ജനിക്കാതെ പോയ എൻ്റെ ഒരു സിസ്റ്ററിനെ പോലെയാ. കാരണം ഞാൻ ആഹാരം കഴിക്കാതിരിക്കുമ്പോ എനിക്ക് വാരി തരിക, എൻ്റെ കൈ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, അപ്പം വാരി തരിക. പിന്നെ വലിയ കരുതല. എന്നെ എല്ലാ ദിവസവും രാത്രിയാവുന്ന നേരത്ത് പുറത്ത് കൊണ്ടുപോയി
ഡ്രൈവ് ചെയ്തിട്ട് എന്നെ ഞങ്ങളൊരു കോഫി കുടിക്കാനായിട്ട് പോകും. അപ്പൊ എനിക്ക് അതിലൊക്കെ മനസ്സിന് ഒത്തിരി എനിക്ക് സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും ഉള്ള ഒരു ഫീലിംഗാണ്. ഇനി എനിക്ക് ഒന്നിനെയും കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ജീവിതത്തിൽ. കാരണം എല്ലാം ഞാൻ നിറഞ്ഞ മനസ്സോട് കൂടി നിൽക്കുന്നു, എല്ലാം നന്മയ്ക്കായി. ഇപ്പം വളരെയേറെ സന്തോഷമാണ്. കാരണം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലൊരു അതിഥി വന്നു എന്നുള്ളതാണ്. എൻ്റെ ഒരു മമ്മിക്ക് പകരം അതുപോലെ ഒരു മമ്മി എന്നുള്ള ആ സ്ഥാനം ഒരാൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ വലിയ ഞാൻ പുണ്യം ചെയ്തതായിരിക്കണം അങ്ങനെ എനിക്ക് കിട്ടണമെങ്കിൽ. സുരേഷ് ഗോപി സാറ് പറഞ്ഞു ഒരാളെ ജോലിക്ക് നിർത്താൻ എന്നാ പറഞ്ഞേക്കുന്നേ സുരേഷ് ഗോപി സാറ്. ആ ജോലിക്ക് നിർത്താൻ പറഞ്ഞത് സാറ് ജോലിക്ക് നിർത്തുന്ന ചെലവെല്ലാം സാറ് ചെയ്യാന്നുള്ളതാ പറയുന്നത്. പക്ഷെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇങ്ങനെ ഞങ്ങളെ നോക്കാനായിട്ട് നല്ലൊരു കുടുംബത്തിൽ നിന്നുള്ള ഒരു മമ്മിയാ. ആ മമ്മി ഞങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ നോക്കാന്ന് പറയുന്നത് ഇതിൽ കൂടുതൽ ഞാൻ ഒരു പുണ്യം ചെയ്യണ്ടേ അല്ലേ? ഞാനൊരു ബ്ലെസ്ഡ് ലേഡി അല്ലേ അങ്ങനെ കിട്ടണമെങ്കിൽ. സോ ഞാനൊരു സേയിങ് എപ്പോഴും പറയും, യു ബി ബ്ലെസ്ഡ്, യു ബി എ ബ്ലെസ്സിങ് ഫോർ അതേഴ്സ്. അത്രയേ ഉള്ളൂ. നന്ദി. എനിക്ക് സന്തോഷവും കടപ്പാടും എല്ലാവരോടുമാണ്.